കുടുംബങ്ങളുടെ മാതാവേ, കുടുംബങ്ങളുടെ മാതാവേ എന്ന പ്രാർത്ഥന കുടുംബജീവിതത്തിൻ്റെ മഹത്വവും ഉത്തരവാദിത്വവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കുടുംബം മനുഷ്യൻ്റെ ആദ്യ പഠനശാലയും ആദ്യ സഭയുമാണ്. അവിടെ തന്നെയാണ് സ്നേഹവും ക്ഷമയും സഹനവും പരസ്പര ബഹുമാനവും നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന മാതാവിനോടുള്ള ഈ പ്രാർത്ഥന വളരെ ആഴമുള്ളതാണ്. എൻ്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ അംഗത്തെയും പ്രത്യേകം ദൈവിക സംരക്ഷണത്തിലേക്ക് സമർപ്പിക്കുന്നതാണ്. മാതാപിതാക്കൾ, കുട്ടികൾ, മൂപ്പന്മാർ എല്ലാവരും ദൈവത്തിൻ്റെ സമ്മാനങ്ങളാണ്. ഓരോരുത്തരുടെയും ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തതകൾക്കിടയിൽ ഐക്യം നിലനിർത്താൻ ദൈവിക കൃപ ആവശ്യമാണ്. കുടുംബത്തിൽ സ്നേഹവും ഐക്യവും സമാധാനവും എപ്പോഴും നിലനിൽക്കാൻ സഹായിക്കണമേ എന്ന ഭാഗം കുടുംബ ബന്ധങ്ങളുടെ ഹൃദയമാണ്. സ്നേഹമില്ലെങ്കിൽ കുടുംബം ശൂന്യമാകും. ഐക്യം ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വളരും. സമാധാനമില്ലെങ്കിൽ സന്തോഷം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളെയും വാക്ക് തർക്കങ്ങളെയും ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ മാതാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. കുടുംബജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ സാധാരണമാണ്. എന്നാൽ പ്രാർത്ഥനയിലൂടെ നാം ശക്തി നേടുന്നു. മാതാവിൻ്റെ ഇടപെടൽ നമ്മുടെ വീടുകളിൽ സമാധാനം പകരുന്നു. അവൾ നമ്മെ പരസ്പരം മനസ്സിലാക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും പ്രേരിപ്പിക്കുന്നു. എല്ലാവരെയും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കണമേ എന്ന അപേക്ഷയിൽ നമ്മുടെ ഭയവും ആശങ്കയും പ്രതിഫലിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിൽ രോഗങ്ങളും അപ്രതീക്ഷിത അപകടങ്ങളും നമ്മെ ഭയപ്പെടുത്തുന്നു. അതിനാൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ആരോഗ്യത്തോടെ സുരക്ഷിതരായി ഇരിക്കണമെന്നത് ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കുടുംബം ദൈവത്തിൽ ആധാരപ്പെടുമ്പോൾ അത് ശക്തമാകുന്നു എന്നതാണ്. പ്രാർത്ഥനയിലൂടെ നാം പരസ്പരം കൂടുതൽ അടുത്തു വരുന്നു. മാതാവിൻ്റെ സ്നേഹവും സംരക്ഷണവും നമ്മുടെ വീടുകൾ നിറഞ്ഞിരിക്കട്ടെ. ആമീൻ. അവസാനമായി ആമീൻ എന്ന് പറയുമ്പോൾ നാം ഈ എല്ലാം അഭ്യർത്ഥനകളും വിശ്വാസത്തോടെ സമർപ്പിക്കുന്നു. കുടുംബങ്ങളുടെ മാതാവായ പരിശുദ്ധ മാതാവ് നമ്മുടെ വീടുകളെ അനുഗ്രഹിച്ച് സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബ ജീവിതം നൽകട്ടെ. ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.